നമസ്കാരം, മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാക്കാം. അതിനുവേണ്ടി ഒരു 3-4 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കി കട്ട് ചെയ്തതാണിത്. അതായത് ഒരു ചിക്കൻ്റെ ഹാഫ് അത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് കുറച്ചൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരുന്നു. ഞാനിപ്പോൾ വരഞ്ഞൊന്നും എടുത്തില്ല. അത് നമുക്ക് മിക്സാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതായത് സാധാ മുളക് പൊടിയാണ് കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിന് 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ഇടുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ട് ഇതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിക്കുക. ഇങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് ചിക്കൻ ഇട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത്, ചെറിയ പാത്രം ആയതുകൊണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ കഴിയുന്നത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി മിക്സ് ആക്കുക, എല്ലായിടത്തും എത്തുന്ന തരത്തിൽ മിക്സ് ആക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സായി വരട്ടെ. എന്നതിന് ശേഷം കേട്ടോ അടിപൊളി ടേസ്റ്റായി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു നല്ല ക്രിസ്പിയുമാണ്, നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം എരിവുണ്ട്. ഇതിന് വേണ്ടി മുളക് പൊടിക്ക്, സാധാ മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പക്ഷേ അധികം എരിവുണ്ടാവില്ല. ഇതിന് കുറച്ച് സ്പൈസിയാണ് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. നന്നായി മിക്സായി കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെക്കണം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് നമുക്ക് വെക്കുക കേട്ടോ. 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവറാണ്. 10 മിനിറ്റ് മാറ്റി വെക്കട്ടെ. അതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആദ്യം തന്നെ ചേർക്കരുത്, അന്നേരം ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഈ 10 മിനിറ്റ് മാറ്റിയതിന് ശേഷമാണ്, 10 മിനിറ്റോ അരമണിക്കൂർ എത്ര വേണം വെക്കാം, അതിന് ശേഷമാണ് കോൺഫ്ലവർ ചേർക്കേണ്ടത്. കോൺഫ്ലവർ ചെയ്ത് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഫ്രൈ ചെയ്യാൻ വെക്കാം. അതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഓയിൽ വേണേൽ ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഇത്. ഇനി ഇത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നല്ല മൊരിഞ്ഞ് കിട്ടുന്നത് വരെ. നല്ല ക്രിസ്പിയാണ് ഇത്, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സോയാ സോസും കോൺഫ്ലവറൊക്കെ ഒക്കെ നമ്മൾ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കുക. എന്നും നമ്മൾ സാധാരണ മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് ഇതാക്കുന്നതിനേക്കാട്ടും നല്ല ഇതിൽ കുറച്ച് നാരങ്ങാനീര് വേണമെങ്കിൽ, ലെമൺ ജ്യൂസ് വേണമെങ്കിൽ അതും കൂടി മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒഴിക്കുക കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനത് ഒഴിച്ചിട്ടില്ല. ഒരു ഭാഗം മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിടുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നായിട്ട് കരിഞ്ഞിട്ട് ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക കേട്ടോ. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ ആയാലും വെറും നാൻ, പൊറോട്ട, ചപ്പാത്തി, അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ. കറിയില്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെയൊരു ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ.